ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരൻ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശാരിക എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവർ, ഞാൻ അവരെ കൂടുതൽ ശ്രദ്ധിച്ചുള്ളത് ഫോക്കസ് TV ന്യൂസ് എന്ന് പറയുന്ന ചാനലിലാണ്. കാരണം ആ ചാനൽ ഇടക്കിടക്ക് എൻ്റെ ഫീഡിൽ വരും. എലിസബത്ത് ബാലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ആ വിഷയം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ സെർച്ച് ടൈംസിലും സെർച്ച് ഹിസ്റ്ററിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷയം സംസാരിക്കുന്ന ഒരു ചാനൽ എന്തായാലും നമ്മളുടെ ഫീഡിൽ വരും. അങ്ങനെ ഈ ഫോക്കസ് TV എന്ന ചാനൽ നിരന്തരമായിട്ട് എൻ്റെ ഫീഡിൽ വരാറുണ്ട്. കാരണം ഈ എലിസബത്തിന്റെ വിഷയം ഏറ്റവും സംസാരിക്കാറുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകളും ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രേണുസുധി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ആണ്. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, രേണുസുധി എന്ന് പറയുന്ന ഒരു കലാകാരിയാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്കൊന്നും പറയില്ല. പക്ഷേ രേണുസുധി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ട്. നെഗറ്റിവിറ്റി കൊണ്ടിട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് ഉറപ്പിച്ച് ഒരുപാട് ഓൺലൈൻ മീഡിയ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് രേണുസുധി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ്. ആ കണ്ടന്റിന്റെ മാർക്കറ്റിംഗ് തന്ത്രം മനസ്സിലാക്കിയിട്ട് അതേ നെഗറ്റിവിറ്റി തന്നെ പരത്തുന്ന ഒരു ഇന്റർവ്യൂ എടുക്കുകയും ആ ഇന്റർവ്യൂവിന്റെ വിമർശനം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന രീതിയിൽ ഒരു വീഡിയോയുമായിട്ട് വരികയും ചെയ്ത വ്യക്തിയാണ് ഈ ശാരിക. ശാരികയുടെ ഈ പ്രവൃത്തിയെ അവർ ആ വീഡിയോയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും ഇവര് സോഷ്യൽ മീഡിയയിൽ ആ വിഷയമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് അനന്തു ഒരു 1.5 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനുള്ള കാര്യം പറയുന്നത്, ഞാൻ ആ വീഡിയോ കാണുന്നത് തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ്. ആ വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നിയത് ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പറയാനൊന്നുമില്ല. അത്രക്ക് കിടിലനായിട്ടാണ് ആ സംഭവം അനന്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വരുന്നോടെ ഓട്ടോയിൽ നിന്ന് ചിരിയായിരുന്നു അത് കേട്ടിട്ട്. കാരണം അത്രയ്ക്ക് കോൺട്രഡിക്ടറി ആയിരുന്നു ഇവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഈ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ഇവർ പറഞ്ഞ എക്സ്പ്ലനേഷന്റെ കാര്യങ്ങൾ. അതിനുശേഷം ഇവര് ഈ അനന്തുവിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വളച്ചിട്ടില്ലാതെ ആ സംഭവത്തിലേക്ക് നേരെ പോവാം. ഞാൻ എന്റെ ജോബ് പരിപൂർണമായ ഡെഡിക്കേഷനോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി വളരെ നീറ്റായിട്ട് ചെയ്യുന്നു എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത്യാവശ്യം സബ്ജക്റ്റുകൾ അവിടെ ഇവിടെ നിന്നും കണ്ടവരുടെ വായി നോക്കി അവര് പറയുന്ന മറ്റേ പരദൂഷണങ്ങൾ പറയാതെ അവരെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഇരുന്ന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പഠിക്കാതെ വായി തോന്നിയത് പറയാമല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ. നിങ്ങൾ ഈ പറയുന്ന കാര്യം തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. എൻ്റെ അടുത്ത് കുറച്ച് എക്സാമ്പിൾസ് ഇരിപ്പുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത് കാണിക്കാം. നമ്മൾ ഈ എച്ചില് കളയത്തില്ല, ഉച്ചിഷ്ടം കളയുമ്പോൾ അത് നക്കി തിന്നുന്ന കുറച്ച് മൃഗങ്ങളുണ്ടല്ലോ. ആ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് ഇവന്റെ സ്വഭാവം. വേറൊന്നുമല്ല, നമ്മൾ ചവച്ചു തുപ്പുന്ന കണ്ടന്റുകൾ അത് താഴെ നമ്മുടെ വായുടെ താഴെ വന്നിരുന്ന് പിടിച്ചെടുത്ത് അതിനെയും കണ്ടന്റാക്കാനുള്ള ഗതികെട്ട അവസ്ഥയിലാണ് അനന്തു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അനന്തു. സോ സീരിയസ്ലി നിങ്ങൾ ആ അവസ്ഥയിലാണോ? ഒന്ന് ആലോചിച്ച് ചോദിക്കണം, നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്നുള്ളത്. നിങ്ങൾ ചെയ്ത 1-2 കണ്ടന്റുകളുടെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇത് അഖിൽ മാരാര് പറഞ്ഞൊരു കാര്യം, അതായത് അഖിൽ മാരാരുടെ കണ്ടന്റ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് നിങ്ങൾ നടത്തിയ വിശകലനമാണ്. ഇത് വേറെങ്ങുമല്ല, നിങ്ങളുടെ ചാനലിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്പർ 1, ഇതിലിവിടെ നിങ്ങൾക്ക് പറയാം, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ ഒരു വ്യക്തി ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ എടുത്തിട്ട് സംസാരിച്ചതെന്ന് പറയാം. ശരി, ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ് അടക്കമുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ചില സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും വൃത്തികെട്ട യൂട്യൂബ് വ്ളോഗേഴ്സ് ഇന്ത്യയിൽ യൂട്യൂബ് നിരോധിപ്പിക്കുമോ? ഇത് ആരെക്കുറിച്ച് പറഞ്ഞോന്ന് അറിയാമോ? ഇത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് അവര് കാണിച്ചു കൂട്ടിയൊരു സംഭവം. അതിനകത്ത് നമ്മൾക്കും ഈ പറയുന്ന വിമർശനാത്മകമായ സമീപനമാണ് ഉള്ളത്. പക്ഷേ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന എച്ചിൽ ആരുടെയാണ്? ഇത് ആരുടെ വായ്പോയിട്ട് നിങ്ങൾ കൈനീട്ടി മേടിച്ചതാ? പ്രവീൺ പ്രണവിന്റെ ചാനലിൽ തന്നെ ചെന്നിട്ടല്ലേ നിങ്ങളിത് വാരി ഇങ്ങോട്ട് എടുത്തത്? അല്ലാതെ അവർ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് തന്നൊന്നല്ലല്ലോ. മറ്റൊന്ന്, ലൈഫ് ഓഫ് അനന്തുവിന്റെ തന്നെ സബ്ജക്ട് വേറൊന്ന്. ദിയ കൃഷ്ണയുടെ ഒരു ഓൺലൈൻ ആക്സസറി വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഈ വിവാദം ആദ്യം കൊണ്ടുവന്നത് കുമ്മളി ലൈറ്റ് ഫാമിലി ലേഡിയാണ്. അതെല്ലാവരും ഏറ്റുപിടിച്ചു. പക്ഷേ ഏറ്റവും രസകരമായിട്ട് അത് അവതരിപ്പിച്ചത് അനന്തു ആയതുകൊണ്ട് തന്നെ അനന്തുവിന്റെ വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത്. ഉടൻ തന്നെ ദിയ കൃഷ്ണ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കാര്യങ്ങളുമായിട്ടൊക്കെ വന്നു. നിങ്ങളപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത്, അതായത് ഈ ലൈഫ് ഓഫ് അനന്തു, ഈ ദിയ കൃഷ്ണ, ഈ ഉപ്പുമുള ലൈറ്റ് ഫാമിലി, ഇവരുടെ കണ്ടന്റ് അല്ലേ നിങ്ങൾ പോയി വാരിയെടുത്തുണ്ടോ നിങ്ങളുടെ ചാനലിട്ടത്? അപ്പം അതൊന്നും നിങ്ങൾക്ക് എച്ചിൽ വാരി തിന്നായിട്ട് തോന്നിയില്ലേ? നിങ്ങൾ വലിയ ഡമ്പടിക്കുന്നുണ്ടായിരുന്നല്ലോ ആ ചാനലിൽ ഇരുന്നിട്ട്. ഞാനങ്ങനെ എൻ്റെ 100% എന്ന് പറയുന്നത് 100% ഇതായി 2-3 ഒക്കെ കിടക്കുന്നത് മറ്റുള്ളവരുടെ വ്ളോഗിൽ നിന്നുള്ളതാണ്. ഇനി ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു വിഷയത്തിൽ വിമർശനം പറയുന്നതാണ് ഒറിജിനൽ കണ്ടന്റ് അല്ല. ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഒറിജിനൽ എന്നുള്ളതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ലൈറ്റ് ഫാമിലി, എനിക്ക് ഒട്ടും എത്തിക്സ് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള യൂട്യൂബേഴ്സിലൊന്നാണ് ഇവര്. അവരാണ് ചെയ്യുന്നത് അവരുടെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഒറിജിനൽ കണ്ടന്റ്. ഒരു സിനിമ ഒറിജിനൽ കണ്ടന്റാ, അൺലെസ് അല്ലാണ്ടിൽ അത് മറ്റൊന്നിൽ ഇൻസ്പയർഡ് അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
നോവലിൻ്റെയോ നാടകത്തിൻ്റെയോ ഒക്കെ അഡോപ്ഷൻ ഇല്ലാത്തതിൻ്റെ പക്ഷം അത് ഒറിജിനൽ കണ്ടന്റാണ്. ആ ഒറിജിനൽ കണ്ടന്റ് കണ്ടിട്ടാണ് നിങ്ങൾ മൂവി റിവ്യൂസ് നടത്തുന്നത്. നിങ്ങളുടെ ചാനലിൽ 99% നിങ്ങൾ വിചാരിക്കുന്ന എച്ചിരി വരത്തിനല്ല. അല്ല, നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ കാര്യമൊന്നുമല്ലല്ലോ. നിങ്ങൾ കാശ് കൊടുത്ത സിനിമ കണ്ടാലും കാശ് കൊടുക്കാത്ത സിനിമ കണ്ടാലും ഒരു സാമൂഹ്യ പ്രസക്തമായ വിഷയം കണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചാലും നമ്മൾ ചെയ്യുന്നത് ഒറിജിനലി സംഭവിച്ച ഒരു കാര്യത്തെ ബേസ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എച്ചിലാണ് തിന്നുന്നതെങ്കിൽ നിങ്ങൾ തിന്നതും എച്ചിൽ തന്നെയാണ്. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് അത് എവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ചെയ്യുന്നു. നിങ്ങൾ എവിടെ നിന്ന് എടുത്തു എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ആ വീഡിയോ കാണിക്കാനായിട്ടുള്ള നാണക്കേട് കൊണ്ട് അത് കാണിക്കാതെ രഹസ്യമായിട്ട് ഞണ്ണി തിന്നുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോ ഞാൻ മറ്റു ചാനലിൽ ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് പിന്നെ രേണു സുധിയെ ഇപ്പോഴത്തെ ഞാൻ മൈൽ സ്റ്റോണിൽ ചെയ്ത് ഞാൻ ഫോക്കസ് ന്യൂസിൽ ചെയ്തൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് നല്ല വെട്ടി മിനുക്കിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ വാലും തലയില്ലാത്ത പല കാര്യങ്ങളുമാണ് അയാൾ ഇരുന്ന് കേൾപ്പിക്കുന്നത്. വാലും തലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത ഇന്റർവ്യൂ കാണാത്തവർക്ക് പോലും മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാത്ത പാർട്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാത്തൊരു പാർട്ടാണ് അതിനകത്ത്. നമുക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ഒരിടത്ത് പറഞ്ഞതല്ല. ഒരു വശത്ത് രേണുസുധിയുടെ ഫാമിലിയിലുള്ള കുട്ടികളെ അവരെടുത്ത് വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ഇന്റർവ്യൂവിൽ നിങ്ങൾ കുട്ടികളോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ കോൺട്രഡിക്ഷന്റെ ഒരു സീരീസാണ് അനന്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാത്ത മറ്റൊന്നുമല്ല, കണ്ണടച്ചിരുട്ടാക്കാന്ന് പറയും. നിങ്ങൾ കണ്ണടച്ചിരുന്നത് കൊണ്ട് ലോകത്തുള്ള പ്രകാശമൊന്നും ഇല്ലാതാകുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. കാഴ്ചയുള്ളവർക്കൊക്കെ അനന്ത് പറഞ്ഞ എന്താണെന്ന് വ്യക്തമായിട്ട് കാണാനുള്ള സാമാന്യ ബോധമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക, അപ്പൊ കാര്യം മനസ്സിലാവും. ഇങ്ങനെ കേൾപ്പിച്ചതിന് പലരും ഇയാളുടെ ചാനൽ സ്ട്രൈക്ക് കൊടുക്കുകയും ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂസലില്ല, തൊലിക്കട്ടി അപാരമാണല്ലോ. കാരണം മറ്റുള്ളവരുടെ എച്ചിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാശ് മേടിച്ച് ജീവിക്കുന്നവന് എന്ത് നാണം. സ്ട്രൈക്ക് കൊടുക്കുന്നത്, കേസ് കൊടുക്കുന്നത്, എനിക്കറിയാവുന്ന ഒരു സംഭവം ഈ ദിയ കൃഷ്ണയായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അതിൽ അനന്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് തോന്നില്ല. കാരണം അത് ദിയ കൃഷ്ണയുടെ ഭാഗത്ത് ഒരു കസ്റ്റമർ എന്ന നില അവർ ഉന്നയിച്ച പ്രശ്നത്തെ അവർ നേരിട്ടത് മറ്റു കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ആ വിഷയത്തിന് പ്രതികരിച്ചവരെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടുമാണ്. സാധാരണ ഇതിൽ ചെയ്യേണ്ടത് ആ കസ്റ്റമറുടെ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് പകരം അങ്ങോട്ട് കയറി ആക്രമിച്ചു. അത് മാത്രമല്ല, ലൈഫ് ഓഫ് അനന്തുവിന്റെ വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് കേസ് കൊടുക്കാനുള്ള ശ്രമം, രാഷ്ട്രീയ സ്വാധീനമൊക്കെ വെച്ച് അവനെതിരെ കേസ് കൊടുക്കാനുള്ള ശ്രമം നടത്തി. കേസ് ഒന്നുമായില്ല. അവരവിടെ ചെന്ന് അനന്തിനോട് ആ വീഡിയോ എടുത്ത് മാറ്റാൻ പറഞ്ഞു. അനന്ത വീഡിയോ എടുത്ത് മാറ്റി. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആക്ടർ ബാലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ആക്ടർ ബാലയുടെ പേര് പരാമർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച വാക്കാണ് സോ കോൾഡ് ആക്ടർ. ശരിയല്ലേ? കാരണം നിയമപരമായിട്ട് വരുമ്പോൾ നമ്മൾ നിയമത്തിനും കൂടെ വിധേയരായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ കണ്ടന്റ് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം ആരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ ചില മരയൂളകൾ പറയുന്ന കാര്യമാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്തിട്ട് പറയുന്നു. അതും കേൾക്കാതെ വരുമ്പോഴേക്കും ആ വീഡിയോയ്ക്ക് ഒരു സ്ട്രൈക്ക് അടിക്കുക. ഒരുമാതിരപ്പെട്ട വിമർശനം കേൾക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്ത മരയൂളകൾ ചെയ്യുന്നതാണ്. എനിക്കും കിട്ടിയ കണ്ട സ്ട്രൈക്ക്. ഹൈദരലി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, സിനിമാക്കാരുടെയൊക്കെ മെയിൻ എർത്തായിട്ട് നടക്കുന്ന ഒരുത്തൻ, അവനെ വിമർശിച്ച ഒരു വീഡിയോ ചെയ്തപ്പോൾ അവന് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് വിമർശനം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഊളകൾ ചെയ്യുന്ന കാര്യമാണ്. അതിലൊക്കെ വലിയ തൊലിക്കെട്ടിയുടെ കാര്യം എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളിതിനകത്ത് പറഞ്ഞ കാര്യം എച്ചിൽ കണ്ടന്റ്, നിങ്ങളും ഇതേ എച്ചിൽ വാരി തിന്നുന്ന ആൾ തന്നെയാണ്. നേരത്തെ നിങ്ങൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. അത് സിനിമയുടെ റിവ്യൂ ആയാലും സാമൂഹ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണെങ്കിലും എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട ആഴ്ചയിൽ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ ആഴ്ചയും നിങ്ങളൊരു വീഡിയോ എൻ്റെ ഫീൽഡിൽ വരാറുണ്ട്. അതേപോലെ ഈ രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുധി എന്ന് പറയുന്ന ആ സെർച്ച് വേർഡിന് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് യൂട്യൂബിലുള്ള ആ റീച്ച് മനസ്സിലാക്കിയിട്ട് കാണിച്ചു കൂട്ടിയ സംഗതി തന്നെയാണ്. ആ കീവേഡിന് കിട്ടുന്ന റീച്ചായിരുന്നു ആ ഇന്റർവ്യൂവിന്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ തന്നെ സംബന്ധിച്ചാൽ ആ ഇന്റർവ്യൂ അങ്ങനെ എടുത്തത് തന്നെ നിങ്ങൾ തന്നെ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ്. അതിൽ ആ നാണമൊന്നും ഉണ്ടാക്കാനല്ല ഞാനിത് ചെയ്തത്, പക്ഷെ നന്നായിട്ടുണ്ട്. എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഇത്ര കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന, നമ്മൾ നേരത്തെയൊക്കെ ഒരുപാട് ബഹുമാനത്തോട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന പല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത്രയും കണ്ടന്റ് ദാരിദ്ര്യത്തിലായിരുന്നെന്ന് ഞാൻ എന്റെ വീഡിയോ ഔട്ടായി അത് റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ്, ഓ മൈ ഗോഡ്, ഇത്രയും ടോപ്പ് എന്ന് നമ്മൾ കരുതിയിരുന്ന ആൾക്കാരൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് ഇത്ര തറ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി, അയ്യോ ഉമാർക്കൊക്കെ ഇത്ര ദാരിദ്ര്യമായിരുന്നു, അയ്യേ കച്ചറകൾ. ഇത് കേട്ടിട്ട് പ്രേക്ഷകർക്ക് എന്താ തോന്നിയത്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ വാരത്തിന് തെച്ചിലാണ്. ആ എച്ചിലിന്റെ പോലും നിലവാരമില്ലാത്ത വീഡിയോ ആണ് ഇവർ ചെയ്യുന്നതെന്നാണോ പറയുന്നത്?
അതെടുത്ത് റിയാക്ട് ചെയ്യുന്നതോടെ എച്ചിലിന് പോലും വാല്യൂ ഇല്ലാത്ത ഒരു വീഡിയോയാണ് ഇടുന്നതെന്ന് സ്വയം സമ്മതിക്കുകയാണ് ശരിയ. അതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനായിട്ടാണ്? നിങ്ങളുടെ ആ വീഡിയോ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ തീരുമാനിച്ചുള്ള കാര്യമാണ്. രേണുസുധി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ രേണുസുധി ഒരു സാമൂഹിക വിഷയമായിരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവര് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് ലൈംലൈറ്റിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിനെ നമ്മൾ ഒരു വിധവയ്ക്ക് കൊടുക്കുന്ന ഫ്രെയിംവർക്കിന്റെ അകത്ത് നിർത്തി ഒരിക്കലും അവരെ വിമർശിക്കാൻ പാടില്ല. അവര് അവസരം ഉപയോഗിച്ച് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് രേണുസുധി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന വിമർശനങ്ങളൊക്കെ എൻഗേജ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയതോടെ ചില ഓൺലൈൻ മീഡിയാസിന്റെ കൂടെ കൂടി ആളുകൾ വിമർശിക്കാൻ വേണ്ടി തന്നെ പലതും ചെയ്യും. അങ്ങനെ വിമർശനം ഏറ്റുവാങ്ങിയതിന് ശേഷം പോയിരുന്നിട്ട് ഇരവാദം മുഴക്കും. ആ ഇരവാദം മുഴക്കലാണ് അന്തിന്റെ വിമർശനം. 1-2 കഴിഞ്ഞപ്പോഴേക്കും ഞാനും വിചാരിച്ചു ഇവരൊരു പാരലൽ വേൾഡിലേക്ക് പോവുകയാണ്. നമ്മുടെ ആറാട്ടണ്ണൻ അലിൻ ജോസ് പെരേര എന്നൊക്കെ പറയുന്ന ഒരു പാരലൽ വേൾഡ് ഉണ്ട്. ആ വേൾഡിലേക്ക് ഇവർ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾ ഇന്റർവ്യൂ കണ്ടിട്ട് പോലും ഞാൻ റിയാക്ട് ചെയ്തില്ല. അത് നിങ്ങൾ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ട് റിയാക്ട് ചെയ്തത്. കാരണം എനിക്ക് തോന്നിയത് അതിനകത്ത് രേണുസുധി എന്നൊരു എലമെന്റ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മൊത്തത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റിനെ കുറിച്ചൊരു ബോധ്യമുണ്ട്. അതായത് എച്ചിലിന് പോലും വിലയില്ലാത്ത കണ്ടന്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഒരു സ്വയം ചിന്ത നിങ്ങൾക്കുള്ളതുകൊണ്ട് എനിക്കിനത് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.